ആശകളായിരം. ജൂഡ് ആന്റണി, അരവിന്ദ് രാജേന്ദ്രൻ എന്നിവർ എഴുതി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത പുതിയ ചിത്രം. വർഷങ്ങൾക്ക് ശേഷം ജയറാമേട്ടനും കാളിദാസും ഒന്നിച്ച് അഭിനയിച്ച ചിത്രത്തിൽ ഇവരെ കൂടാതെ ആശാ ശരത്തും ഷറഫുദ്ദീനും മെയിൻ റോളുകളിൽ എത്തുന്നുണ്ട്. ഗോകുലം ഗോപാലനാണ് പടത്തിന്റെ നിർമ്മാണം. അത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം ഈ അടുത്ത് പുള്ളി ചെയ്തിരിക്കുന്ന പടങ്ങൾ മൊത്തം ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ്, അതും സ്റ്റാർസിനെ വെച്ച്. അപ്പോ തീരെ സ്റ്റാർ വാല്യൂ ഇപ്പൊ കുറഞ്ഞിരിക്കുന്ന ജയറാമേട്ടനെ വെച്ച് ഒരു ലോ ബഡ്ജറ്റ് സിനിമ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനൊരു കാരണം എനിക്ക് കിട്ടി. അത്യാവശ്യം പ്രോമിസിംഗ് ആയ ടീസറും ട്രെയിലറുമാണ് പടത്തിന്റെ വന്നത്. അതാണ് ഞാൻ ഈ പടം തിയേറ്ററിൽ തന്നെ കാണാൻ കാരണം. പിന്നെ വടക്കൻ സെൽഫിക്ക് ശേഷം ജി പ്രജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആയിരം ആശകൾ. ഈ കാലയളവിൽ ഒരുപാട് ടൈമായി വടക്കൻ സെൽഫി വന്നു പോയിട്ട്. അതിന്റെ ഇടയിൽ കുറച്ച് യൂട്യൂബ് വീഡിയോസിലായാലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലായാലും ഞാൻ പറയാനായിട്ടായിരുന്നു, ജി പ്രജിത്ത് പിന്നെ പടമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. പക്ഷേ ഈ പടത്തിന്റെ ബുക്കിംഗ് കണ്ടിട്ട് ജി പ്രജിത്തിന്റെ പടം കാണാൻ വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്തതായിട്ടൊന്നും തോന്നുന്നില്ല. ഇനി പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പടത്തിലേക്ക് വരുമ്പോൾ പടം ഒരു അബോവ് ആവറേജ് ഫാമിലി ഡ്രാമ. എല്ലാവരുടെയും പ്രകടനങ്ങൾ നന്നായി, പ്രത്യേകിച്ച് ജയറാമേട്ടന്റെ. ഒരു സിനിമയിൽ പെട്ടെന്ന് അഭിനയിക്കേണ്ടി വരുന്ന ഒരു സീനുണ്ട്, ആ സീൻ നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടൻ കാളിദാസ് കോംബോ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഓൺ സ്ക്രീനിലായാലും ഓഫ് സ്ക്രീനിലായാലും അച്ഛൻ കോംബോ അടിപൊളിയായിട്ട് അവർ ചെയ്തിരിക്കും. പടം ബോക്സ് ഓഫീസിൽ രക്ഷപ്പെടണമെങ്കിൽ ഫാമിലി ഓഡിയൻസിന്റെ കയ്യിലാണ്. അവരുടെ കൈവിട്ട ഗോകുലം മൂവീസിന് അടുത്ത ഫ്ലോപ്പ് കൂടി കിട്ടും. പിന്നെ പ്രൊഡ്യൂസറിന്റെ കയ്യിലെടുത്ത കാര്യം, അത് ഇതാണ് കാര്യം. ഈ പടം പ്രൊഡ്യൂസ് ചെയ്യണം. സാറിന് ഈ പടത്തില് അടിപൊളി ഒരു റോളുണ്ട്.